വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ താരസംഘടന അമ്മയുടെ പുതിയ ഭാരവാഹികൾ നേതൃത്വത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ സംഘടനയിൽ വരുന്നു. കാരണം ഈ സംഘടനയെ കുറിച്ചിട്ട് ചില ആൾക്കാർ പറയുന്നത് ഇത് താരസംഘടന ആയതുകൊണ്ട് സാധാരണ ജനങ്ങളുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇവർ അങ്ങനെ അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താരസംഘടന അഭിനയിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർക്കൊക്കെ പുതിയൊരു അവസരം നൽകണം. അത് സിനിമയിലേക്കും കൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഇവർ സംഘടിപ്പിച്ചത്. 2 ദിവസത്തെ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് സ്കൂള് സംഘടിപ്പിച്ചു. അപ്പൊ ആ ഒരു പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ തന്നെയാണ്. എന്നാൽ ഇത് 2 ദിവസത്തേക്ക് ശേഷം ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയാണ് ആ വേദിയിൽ വന്നത്. എന്തായാലും ആ വേദിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ബേസിൽ ജോസും അതുപോലെ രഞ്ജനയും സിദ്ദീഖും അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ, ആ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ. ഇതിനകത്ത് മമ്മൂക്കയുടെ ചില നാച്ചുറൽ ആയിട്ടുള്ള ചില തമാശകളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ശക്തിയായിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ. ഇത്രയും ഭാഗ്യമുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. വരവേൽക്കാൻ മോഹൻലാൽ, യാത്രയാക്കാൻ മമ്മൂക്ക. അതെ, എല്ലാവരുടെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ക്ലാസ് എടുക്കാൻ പോകുന്നു. ഇതാണ് ഞങ്ങൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സന്തോഷവും ഒരു ഒരുമ. ഇതാണ് അവിടെ ഇത്രയും നേരം പറഞ്ഞ് കുടുംബത്തിൽ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മക്കൾ നമ്മൾ തമ്മിൽ ഇതൊക്കെ വേണം. സന്തോഷം. അടുത്ത പരിശീലന ക്ലാസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം ഞാൻ പരിശീലിച്ചിരുന്ന കാലത്ത് ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് പേര് ആൾക്കാരെ പോയി നോക്കി നിന്നും ഏകലവ്യന്മാരെ പോലെ വലിയ വലിയ ഗുരുക്കന്മാരെ, രചനാനാരായണൻകുട്ടിയെ പോലുള്ള ഗുരുക്കന്മാരൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ ആരും കാണാതെ ഒളിച്ചിന്ന് കണ്ടുപിടിച്ച ഡാൻസാണ് ഞാൻ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട്. ഇപ്പോൾ ഈ പുതുതലമുറയ്ക്ക് അങ്ങനെ ഒരു എക്സ്പോഷറുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, വേദികളുണ്ട്. നമുക്കത് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമുക്കൊന്നും പറ്റിയതുപോലെ നിങ്ങളെ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് പിന്നാലെ വരുന്നവരെ തന്നെ നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വെട്ടുന്ന വഴിയിലൂടെ അവർ സഞ്ചരിക്കുക. നമ്മളും മറ്റു പലരും വെട്ടി വഴി കൂടെ സഞ്ചരിക്കുക. നമ്മൾ അതിനോട് പണിതിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ. നമുക്ക് പിന്നാലെ വരുന്നവരെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്കൂടെ വഴിയുണ്ടാകും. അത് ആണ് അമ്മയുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾ പരിശീലിച്ചു, എത്രത്തോളം നിങ്ങളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചവരുണ്ട്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചതും ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതവും നൃത്തമൊക്കെ ഞാനിപ്പോൾ സിദ്ദിഖിനോട് പറയാറുണ്ട്, നമുക്ക് ഈ കുട്ടികളെയൊക്കെ ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളയരുത്, വെടികെട്ട് കളയില്ല. അമ്മയ്ക്ക് നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമോ, ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ മുന്നിട്ട് നിൽക്കണമെന്ന് ഞാൻ സെക്രട്ടറിയോട് അപേക്ഷിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇനി നിങ്ങൾക്ക് നൃത്തത്തിന് വേദികളുണ്ടാവും, സിനിമയിലെ അവസരങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കഴിവുകളുള്ള എല്ലാവർക്കും, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, തീർച്ചയായിട്ടും ഇതൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയാൻ പറ്റില്ല കാര്യം. സരയു അടുത്ത പ്രാവശ്യം എറണാകുളം മണ്ഡലത്തിൽ സാധ്യത ഞാനിങ്ങനെ ദൂരമായി കാണും അല്ലേ? ബാക്കി 2 പേരുടെ പ്രസംഗം എന്തെങ്കിലും കാണുമെന്നാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത്. ഇനിയും പ്രസംഗിക്കാൻ ഞാൻ ഇവിടെ നേരം പ്രസംഗിച്ചോളൂ. ഞാൻ കേട്ടോ. ഓക്കെ അല്ലേ? കഴിഞ്ഞപ്പോഴാണ് സിദ്ദിഖൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മൂക്കയെ വരുന്നത് ഒരു ബലത്തിൽ നിന്ന് ഇച്ചിരി കൂടുതൽ ബലമായി പോയി. നമുക്ക് പറഞ്ഞാൽ ഞാൻ ഡാൻസ് ഒന്നും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഡാൻസ് ഒക്കെ പഠിക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. വെറുതെ പറഞ്ഞ Thank you, Mamuka, for being here. ഞാൻ പറയട്ടെ ഇവരോട്, ഓരോ കാര്യങ്ങളിലും ഉപദേശിക്കുകയും ഞങ്ങള് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായും ചെയ്യാറുണ്ട്. കൈയല്ല കെട്ടിപ്പിടിക്കണം എനിക്ക്. കിട്ടാണെങ്കിൽ വിളിക്കാൻ നോക്കില്ല. നമുക്ക് സെറ്റാക്കാം എല്ലാം.
അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അല്ലെ. കാരണം 2 ദിവസത്തെ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് ഈ അമ്മ സംഘടന ഒരുക്കിയിരുന്നു. ആ ഒരു വേദിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുറച്ചധികം കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയാണ് മമ്മൂക്ക ഈ അമ്മയുടെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള ചില രസകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളിലൂടെയാണ് ആ വീഡിയോ കടന്നത്. അവസാനം മമ്മൂക്ക എല്ലാവരുമായിട്ടും നിന്ന് സെൽഫി എടുത്താണ് ആ വേദി വിടുന്നത്. അപ്പൊ മമ്മൂക്ക ജീവിതത്തിൽ ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ചില എന്താ പറയാ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് വളരെ രസകരമായിട്ട് ഈ ഒരു വീഡിയോ തോന്നി. ഇനി നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെ